ഇനി 7 പതിറ്റാണ്ട് മുമ്പുള്ള ബാലറ്റ് പെട്ടികളും പഴയകാല തെരഞ്ഞെടുപ്പ് കൗതുകങ്ങളും നിധി പോലെ സൂക്ഷിക്കുന്ന ഒരാളുണ്ട് കോഴിക്കോട്. മടവൂർ സ്വദേശിയും IT പ്രൊഫഷണലുമായ PK വികാസിന്റെ പുരാവസ്തു ശേഖരത്തിലെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മാന്യമഹാജനങ്ങളെ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഇക്കാലത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങൾ പരിചയപ്പെടും. അഭ്യർത്ഥിച്ചു. രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസ് ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. 1951 പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ചെറിയ ബാലറ്റ് പെട്ടികൾ മുതൽ നിരവധി തെരഞ്ഞെടുപ്പ് കൗതുകങ്ങളുണ്ട് വികാസിന്റെ ശേഖരത്തിൽ. ഏറ്റവും പഴക്കമേറിയ ഈ പെട്ടിയിൽ 100-ൽ താഴെ ബാലറ്റുകൾ ഇടാനുള്ള സൗകര്യമാണുള്ളത്. പുരാവസ്തു ശേഖരത്തിൽ തൽപരനായ വികാസ് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് ശേഖരിച്ചവയാണിത്. 1960-ൽ ഉപയോഗിച്ചിരുന്ന അല്പം വലിയ ബാലറ്റ് പെട്ടിയും വികാസിന്റെ പക്കലുണ്ട്. ഒരു കാലത്ത് ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന വാൽവ് റേഡിയോയും പഴയകാലത്ത് ഉച്ചഭാഷിണിയായി ഉപയോഗിച്ചിരുന്ന മെഗാഫോണുമാണ് ശേഖരത്തിലെ മറ്റു ആകർഷണങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അവരവരുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുക. ഞാൻ ഏകദേശം 15 വർഷത്തോളമായി ഈ പുരാവസ്തു ശേഖരണം തുടങ്ങിയിട്ട്. എൻ്റെ ഉദ്ദേശം ഈ പഴമയുള്ള വസ്തുക്കൾ നമ്മളെ പുതുതലമുറയെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ശേഖരണം ആരംഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയ ബാഡ്ജുകളുടെ ശേഖരവുമുണ്ട്. ആന, ഒട്ടകം, അരിവാൾ നെൽക്കതിർ, സൈക്കിൾ, നിലമുഴുതുന്ന കാളകൾ തുടങ്ങിയ ചിഹ്നങ്ങൾ കൊത്തിയ ബാഡ്ജുകളാണ് അധികവും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രധാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളുടെ ശേഖരവും വികാസിനുണ്ട്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.